ശബരിമലയിൽ തിരക്ക് അനിയന്ത്രിതമായി തുടരുമ്പോഴും ഭക്തർക്ക് സുഗമമായ ദർശനമൊരുക്കേണ്ട പോലീസും ദേവസ്വം ബോർഡും രണ്ട് തട്ടിൽ. നിയന്ത്രണം പാളിയതിൽ പരസ്പരം പഴിചാരി ഇരുകൂട്ടരും തലയുരുമ്പോൾ നരകയാതനയാണ് ഭക്തർ അനുഭവിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടുപോയതോടെ ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും സന്നിധാനത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരും. അരുൺ, സന്നിധാനത്ത് ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. അതിനു മുൻപ് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും സന്നിധാനത്തെത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തി. അനിയന്ത്രിതമായ തിരക്ക് വന്നതിൽ പരസ്പരം പഴിചാരുകയാണ് ഇപ്പോൾ പോലീസും ദേവസ്വം ബോർഡും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, യോഗത്തിനിടയിൽ ADGP MR അജിത് കുമാറും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇനി എന്തായാലും ഈ വകുപ്പുകളുടെ പഴിചാരൽ അവസാനിപ്പിച്ച് ക്രിയാത്മകമായ നടപടികളിലേക്ക് നീങ്ങിയേ മതിയാകൂ. അതിനുതകുന്ന തീരുമാനങ്ങൾ തന്നെയാകും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ സ്വീകരിക്കുക എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം അത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് സമീപകാലത്ത് ശബരിമലയിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് തീർത്ഥാടകരെ അനാവശ്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വലയ്ക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ഇവിടെ പ്രതിസന്ധിയായി പ്രശ്നമായി എല്ലാം തന്നെ നിന്നത്. മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ അയ്യപ്പ ദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന വഴികളിലെല്ലാം തന്നെ ഭക്തരെ തടഞ്ഞിടുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ ഒരു തരത്തിലുള്ള ഏകോപനവും ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഇപ്പോൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ ആശങ്ക അറിയിച്ചിരിക്കുന്നു. ദേശീയ തലത്തിലെല്ലാം തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ. ദേവസ്വം മന്ത്രി തന്നെ ഇവിടെ സന്നിധാനത്തേക്ക് എത്തി വകുപ്പുകളുടെ മേധാവികളുടെ യോഗം വിളിക്കുന്ന ഒരു സാഹചര്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സന്നിധാനത്തുണ്ട്. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ തീർത്ഥാടകർ അനുഭവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പലയിടങ്ങളിലും കൊടും വനത്തിനുള്ളിൽ ഇപ്പോഴും തീർത്ഥാടകരെ തടഞ്ഞിടുന്ന സ്ഥിതിവിശേഷമുണ്ട്. പരമാവധി തീർത്ഥാടകരെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഹോളിലാണ് അല്പസമയങ്ങൾക്കുള്ളിൽ മീറ്റിംഗ് നടക്കുക. ഇതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയും എത്തിയിട്ടുണ്ട്. എന്തായാലും ഹിന്ദു ഐക്യവേദി പ്രതിനിധി സംഘവുമായി ഇപ്പോൾ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം തീർത്ഥാടകർ അനുഭവിക്കുന്ന നരകയാതനകൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സന്നിധാനത്തേക്ക് എത്തിയത്. സർക്കാരിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ, പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ, അവരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, അനാസ്ഥയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിനെല്ലാം തന്നെ അടിയന്തരമായ ഒരു പരിഹാരം വേണം. ഇനി ഒരു കാരണവശാലും ഇത്തരത്തിൽ ഭക്തരെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകരുതെന്നുള്ള ഒരു അന്ത്യശാസനം കൂടി ഈ ഒരു അധികൃതർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ശബരിമലയ്ക്ക് പുറത്തും ഈ ഭക്തരോട് കാണിക്കുന്ന ഈ അനീതിക്കെതിരെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നേരത്തെ രോഹിണി സൂചിപ്പിച്ചത് തന്നെ ഈ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും രണ്ടു തട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയും കൃത്യമായൊരു ഏകോപനം ഇവിടെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രതിസന്ധികളാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്തായാലും തീർത്ഥാടന കാലം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാകുന്നു എന്നത് ഏറെ വിഷമത്തോടെ മാത്രമേ പറയാൻ കഴിയൂ. കാരണം വ്രതശുദ്ധിയോടെ എത്തുന്ന, കഠിന വ്രതം ശുദ്ധിയോടെ എത്തുന്ന തീർത്ഥാടകർക്ക് അനുഭവിക്കേണ്ടി വന്നത് നരകയാതനകൾക്കാണ്. അത്ര വലിയ ഗുരുതരമായുള്ള ഒരു പ്രതിസന്ധി, സമീപകാലത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെ ശബരിമല കടന്നു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും അടിയന്തരമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടായേ മതിയാകൂ. അതിനുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ ഏറ്റവും ആവശ്യമായി വന്നത്. അതുകൊണ്ട് തന്നെയാണ് നവകേരള യാത്രയിൽ നിന്നും ഈ ദേവസ്വം മന്ത്രി ഇവിടേക്ക് എത്തുകയും അവലോകന യോഗം വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രശ്നം ഇത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടും ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്താത്തത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്താത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. എന്തായാലും ഏറെ വൈകിയാണെങ്കിൽ പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും എല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്തി നിലവിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ അനുഭവിക്കുന്ന തിരക്കുകളെല്ലാം തന്നെ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകും
ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇപ്പോൾ പത്തനംതിട്ടയിലും എരുമേലിയിലുമാണ് തീർത്ഥാടകരെ തടഞ്ഞിട്ടതെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ജില്ലയ്ക്ക് പുറത്തേക്ക് തന്നെ ഈ തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ക്രിസ്മസ് അവധി ദിവസങ്ങളാണ്, അതോടൊപ്പം തന്നെ മണ്ഡല പൂജയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മകരവിളക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഒരു സമയമാണ്. എന്തായാലും ഇതുവരെ ഈ വെർച്വൽ ക്യൂ പൂർണ്ണമായും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന തീർത്ഥാടകർ, അതോടൊപ്പം തന്നെ മലയാളികളായ തീർത്ഥാടകർ, ഇത്തരത്തിലുള്ള തീർത്ഥാടകരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രമീകരണങ്ങൾ നിലവിൽ ശാസ്ത്രീയമായ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിലവിലുണ്ടാകുന്ന വീഴ്ചകൾ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, അതോടൊപ്പം തന്നെ ഇനി എടുക്കേണ്ട ക്രമീകരണങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്യാനാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗം ചേരും. ദേവസ്വം മന്ത്രിയും അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദു സംഘടനാ നേതാക്കളുമായി ഇപ്പോൾ ദേവസ്വം മന്ത്രി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ സന്നിധാനത്തേക്ക് എത്തിയത്. ഇതിനുശേഷമായിരിക്കും യോഗം നടക്കുക. എന്തായാലും വലിയൊരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. തീർത്ഥാടകരോട് കാണിക്കുന്ന അനീതി, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി മാലയിട്ട് വരുന്ന തീർത്ഥാടകരാണ്. ഇരുമുടിയും ഏന്തി വരുന്ന തീർത്ഥാടകർക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടി വരാത്ത രീതിയിലുള്ള കഠിനമായ ഒരു യാത്ര തന്നെയാണ് ശബരിമലയിലേക്ക് ഇപ്പോൾ ഒരുക്കുന്ന. വനമേഖലയിലടക്കം തീർത്ഥാടകരെ തടഞ്ഞിടുന്ന സ്ഥിതിവിശേഷം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുക എന്നത് ഏറ്റവും വലിയ ഒരു ആവശ്യമായി തന്നെ വരുന്നു. അന്യ സംസ്ഥാന സർക്കാരുകൾ തന്നെ ഇടപെടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം NSS അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഇടപെടുന്നു. BJPയുടെ ഒരു പ്രതിനിധി സംഘം ഇന്ന് നിലയ്ക്കലേക്കും പമ്പയിലേക്കും എല്ലാം തന്നെ എത്തുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുടെ ആക്കമെല്ലാം തന്നെ കൂടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ കൂടി ഉണ്ടാകുന്നു. സ്വാഭാവികമായും അയ്യപ്പ ഭക്തർ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളുണ്ട്. KSRTC ബസ്സുകൾ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട്. എന്തായാലും സമസ്ത മേഖലകളിലും ഈ ഏകോപനമില്ലാത്തതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇനിയെങ്കിലും അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും 10 മണിയോടെയാണ് യോഗം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും എന്തായാലും അല്പം വൈകിയിരിക്കുകയാണ്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അല്പസമയങ്ങളിൽ തന്നെ യോഗം ആരംഭിക്കും. ശരി അരുൺ, സന്നിധാനത്ത് അല്പസമയത്തിനകം ഉന്നതതല യോഗം ചേരും. അരുൺ കൊടുങ്ങൂറാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.